നമസ്കാരം കുട്ടികളെ. അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ ഷാഫി. ഞാൻ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയിലെ ഒരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോക്ക്ഡൗൺ കാരണം +1, +2, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷകളൊക്കെ മാറ്റി വെച്ചേക്കുകയാണ്. അതിൽ +1 കുട്ടികൾക്ക് ഇനി കെമിസ്ട്രി പരീക്ഷ നടക്കാനുണ്ട്. അപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം കെമിസ്ട്രിയാണ്. അപ്പോൾ +1 കെമിസ്ട്രി ഇനി ലോക്ക്ഡൗണിന് ശേഷം നടക്കാൻ പോകുന്ന +1 കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ ഈ ഒരു ലൈവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ 1-2 ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. കൂടെ പോകുന്നതിൻ്റെ പുറകെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ നമുക്കൊരു ചാനലുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മളിപ്പോൾ എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ വെബ്സൈറ്റും www.shafischemistry.com എന്ന വെബ്സൈറ്റിനും അവൈലബിൾ ആണ്. അതേപോലെ കെമിസ്ട്രി ബൈ ഷാഫി എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, അതിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ സമയം നിങ്ങളെല്ലാവരും അറിയാം, ആദ്യത്തെ ഒരു 14 ദിവസത്തെ ലോക്ക്ഡൗണിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങൾ നമ്മൾ കൂടുതലും നമ്മുടെ കുട്ടികളായാലും നമ്മൾ വീട്ടിലായാലും എല്ലാവരും ആഘോഷപൂർവ്വം വിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇനി നമ്മൾ ഈ ലോക്ക്ഡൗണിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്രിയാത്മകമായി പരീക്ഷകളൊക്കെ എഴുതാനുള്ള കുട്ടികൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ലോക്ക്ഡൗണിൽ നിങ്ങൾ സ്പെയർ ചെയ്യുന്ന കുറച്ച് സമയം പഠിക്കാനും കൂടി ഇനി മാറ്റിവെച്ച് തുടങ്ങുക. നിങ്ങളുടെ ജീവിത ശൈലിയൊക്കെ അതിനനുസരിച്ച് ക്രമീകരിച്ച് തുടങ്ങുക. നമുക്ക് ഈ ഒരു ഇടവേള, ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഉപയോഗിച്ച് നമ്മുടെ തന്നെ അറിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സമയവും കൂടിയാണ് നമുക്ക് ഈ വന്നേക്കുന്ന ഈ ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ നമ്മളിപ്പോൾ ബോർഡ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ചാപ്റ്റർ 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ടോട്ടൽ മാർക്സ് നമുക്ക് 60-നാണ് വരുന്നത്. അതിൽ ഏകദേശം 4 മുതൽ 5 മാർക്കിന് വരെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ +1 സ്റ്റേറ്റ് സിലബസിന്റെ ബോർഡ് എക്സാമിന് തിയറിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾ മിനിമം പഠിച്ചേക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അതിൽ ആദ്യം തുടങ്ങി നിങ്ങൾ എല്ലാവരും ഓർമ്മ ഇത് പഠിച്ചിട്ട് ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ലാസ് എന്ന് പറഞ്ഞ് കുറെ ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഈ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും കഴിഞ്ഞ 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ 5 ലോസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്തത് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അടുത്തത് ലാ ഓഫ് കോൺസ്റ്റന്റ് ഓർ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പിന്നെ ഗേ-ലൂസാക്സ് ലോ ഉണ്ട്, അവഗാഡ്രോസ് ലോ ഉണ്ട്. അതിൽ ഈ 3 ലാസും നിങ്ങൾ നന്നായിട്ട് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഓട്ടിച്ച് പറയാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കെമിസ്ട്രി ബൈ ഷാഫി എന്ന യൂട്യൂബ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് വീഡിയോസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അതൊന്നും ഓർമ്മയില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ഈ 3 ലോ പഠിക്കാതെ പോകരുത്. നിങ്ങൾക്ക് എന്തായാലും ഈ 3 ലോ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ചോദിക്കാം വിത്ത് എക്സാമ്പിൾ. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വരും. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ചോദ്യം വരുമ്പോൾ ഈ ഇല്ലുസ്ട്രേറ്റ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 3 മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം ലായുടെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ഓർ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അത് മാസിനെ നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് അടുത്തത്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ പറയുന്നത് when 2 elements combine to form more than one product, then the fixed ratio by mass which combines with the
other two elements are in a simple whole number ratio. അതാണ് ഈ പറഞ്ഞ law of multiple proportion. അതായത് രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്യും. അപ്പോൾ law of multiple proportionന്റെ എക്സ്പ്ലനേഷനിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാർബണും ഓക്സിജനും അത് കമ്പൈൻ ചെയ്താൽ എനിക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതേ കാർബണും ഓക്സിജനും കൂടെ ചേർന്നാൽ നമുക്ക് കിട്ടുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. ഇത്തരം എക്സാമ്പിളുകളാണ് നമ്മൾ ഏതിനു വേണ്ടി പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഓർ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഞാൻ ഈ എക്സാമ്പിൾ മാത്രമേ വരുന്നുള്ളൂ, കാര്യം ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇപ്രാവശ്യം നല്ല ചാൻസ് ഉള്ള എക്സാമ്പിൾ ഇത് ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഇനി ലോ ഓഫ് കോൺസ്റ്റന്റ് ഓർ ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ അകത്തും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെയിം ആണെങ്കിൽ irrespective of the source they will all contain the same elements combined in a fixed ratio by mass. അതാണ് law of constant or definite proportion പറഞ്ഞത്. ഇനി വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഈ മൂന്ന് ലാസും വ്യക്തമായിട്ട് പഠിക്കുന്നു. ഇതിന്റെ എക്സാമ്പിളും സ്റ്റേറ്റ്മെന്റും ഒക്കെ വെച്ച് വേണം നന്നായിട്ട് പഠിച്ച് വർക്ക് ചെയ്ത് പോകാനായിട്ടുണ്ടാകുക. ഈ ലായിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടി വരുന്നത് അടുത്തത് പ്രോബ്ലം ബേസിങ്. ഞാൻ ഇതിന് ആദ്യത്തെ 10 മിനിറ്റിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വരുമെന്നുള്ളതാണ് ഡീൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ്, ഈ 3 ടോപ്പിക്സ് എത്രയും പെട്ടെന്ന് പഠിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഓർമ്മ കുറവുള്ളവർ ഇത് പഠിച്ച് പെർഫെക്റ്റ് ചെയ്യും. 3 ലാസ്. ഇനി അടുത്തതായി നിങ്ങൾ ഉറപ്പിച്ചു പഠിക്കേണ്ട അടുത്തൊരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ആണ്. ഞാനിപ്പോൾ 3-4 കാര്യങ്ങളുടെ ഇക്വേഷൻസ് ആദ്യമായിട്ട് പറയാം. അതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കണക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ കാൽക്കുലേറ്റർ നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പല കുട്ടികൾക്കും പ്രശ്നം ആദ്യത്തെ ദിവസമായിരിക്കും, പരീക്ഷ ആളി കൊണ്ടുവരുന്ന ദിവസമായിരിക്കും നിങ്ങൾ പലരും ഇത് ആദ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടും കാണും. അപ്പോൾ നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ അകത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇക്വേഷൻസ് ആണ്. അതിൽ ആദ്യം വരുന്നത് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി അടുത്തതായി പഠിക്കേണ്ടത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടതാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത് കൈ ആണ്. കൈ ഈസ് ഈക്വൽ ടു number of moles of A by number of moles of A plus number of moles of B. ഇത് കൈ എയുടെ എക്സ്പ്രഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ നമ്മളൊരു ബൈനറി എന്ന് വെച്ചാൽ രണ്ട് സാധനങ്ങൾ, ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും മാത്രം അടങ്ങിയ ഒരു കോമ്പൗണ്ടിന് ഇങ്ങനെയാണ് വരുന്നത്. ഇനി കൈ ബി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം NB ബൈ എന്ത് വരും? NA പ്ലസ് NB എന്ന് വരും. ഇനി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. ഞാനിത് ഇച്ചിരി സ്പീഡിനാണ് ക്ലാസ്സുകൾ ഇപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പർ 24 അവർ ആക്റ്റീവ് ആയിട്ടുള്ള വാട്സപ്പ് നമ്പർ, നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വാട്സപ്പ് ചെയ്യാം. അതിനൊക്കെയുള്ള മറുപടി കിട്ടും. നിങ്ങൾ പറയുന്ന ഡൗട്ട് വളരെ വലിയൊരു ഡൗട്ടാണെങ്കിൽ അതിന് പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ആണ്. നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എന്തുകൊണ്ടും പ്രയോജനപ്പെടുത്തി വേണം നിങ്ങൾ ഈ ഒരു വീഡിയോസ് എടുത്തു പോകാനായിട്ട്. അപ്പോൾ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. ഇനി ഒരു ഇക്വേഷനും കൂടെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. അത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് ഈ പറഞ്ഞ പോലെ മൊളാലിറ്റി മോൾ ഫ്രാക്ഷന് ശേഷം വരുന്നതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു mass of the element in the compound into 100 whole divided by total mass of compound. ഈ 4 ഇക്വേഷൻസ് നല്ല രീതിക്ക് പഠിച്ചു വെച്ചേക്കുക.
ഇതിൻ്റെ എല്ലാം സാമ്പിൾ പ്രോബ്ലംസ് അതെല്ലാം നമ്മുടെ വീഡിയോസിൽ, നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസിൽ കാണും. നിങ്ങൾക്ക് അത് നോക്കാം. അതിൽ സാമ്പിൾ വീഡിയോസ് ഞാൻ കറക്റ്റ് ഈ വരുന്ന 2020 ഇനി നടക്കാൻ പോകുന്ന കെമിസ്ട്രിക്ക് വേണ്ടി നമ്മളതിനെ പ്രിസൈസ് ആയിട്ട് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു സ്ട്രെയിൻ എടുത്ത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ഇത്രയും ലോക്ക്ഡൗണിൻ്റെ അവധിക്ക് ശേഷം എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ നല്ല രീതിക്ക് A+ ലെവലിലെ മാർക്ക് തന്നെ നിങ്ങൾ എത്താനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റിൽ ആ 3 ലാസ്, ഏറ്റവും പ്രധാനപ്പെട്ട 3 ലാസ് പഠിച്ചതിന് ശേഷം ഈ 4 ഇക്വേഷൻസ് പഠിക്കുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു കൊടുക്കുക. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഏറ്റവും എളുപ്പ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഒരു സാധനമാണ് ഡിഫൈൻ മോൾ. എന്താണ് 1 മോൾ എന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു ചോദിക്കും. ഡിഫൈൻ മോൾ എന്ന് പറയും. മോൾ എന്ന് വെച്ചാൽ it is a quantity that contains Avogadro number of particles. Avogadro number of particles ഉള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. വാട്ട് ഈസ് എംപെരിക്കൽ ഫോർമുല, അടുത്തത് വാട്ട് ഈസ് മോളിക്കുലാർ ഫോർമുല. ഇനി ഇത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ കണ്ടുപിടിക്കാനായി, ഡെഫിനിഷൻ എഴുതാനായിട്ടായിരിക്കും 1 മാർക്ക് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. എംപെരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ ഇടുന്ന ചുരുക്ക ഫോർമുലയാണ്, ഒരു സിംപ്ലിഫൈഡ് ഫോർമുലയാണ് എംപെരിക്കൽ ഫോർമുല. അത് ആക്ച്വൽ ഫോർമുല ആണെന്ന് നിർബന്ധമില്ല. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ അത് അതിന്റെ ആക്ച്വൽ ഫോർമുലയാണ്. കൃത്യമായിട്ടുള്ള നമ്പറുകൾ സൂചിപ്പിച്ചാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ എന്നൊക്കെ പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ എംപെരിക്കൽ ഫോർമുല എനിക്ക് CH എന്ന് പറഞ്ഞിടാം, അല്ലെങ്കിൽ CH2 എന്ന് പറഞ്ഞിടാം. എന്നാൽ മോളിക്കുലാർ ഫോർമുല മീഥേന്റെ എഴുതുമ്പോൾ എന്തേ വരായിട്ടുള്ളൂ, കറക്റ്റ് നമ്പറായ CH4 നമ്മൾ എടുത്തു. ഇനി എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒരു കോമ്പൗണ്ടിന് മാസ് പെർസെൻറ്റേജ് മാത്രം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എംപെരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടെത്താം, മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതായിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസിൽ കിടപ്പുണ്ട്. അത് ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്രാവശ്യം അതിന് ട്രെൻഡ് കുറവാണ്. ആ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള ചാൻസ് വളരെ വളരെ വിരളമാണ്. കാര്യം അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടെയാണ് കൃത്യമായിട്ട് ഇനി പറയാനായിട്ടുള്ളത്. അതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ 1 ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്, ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു രസകരമായ കഥയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ വീട്ടിലുള്ളപ്പോൾ എനിക്ക് ഏറ്റവും വൈകുന്നേരങ്ങളിൽ തിന്നാൻ ഇഷ്ടമുള്ള സാധനം പഴംപൊരിയായിരുന്നു. ഈ പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ ആ പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ പഴവും വേണം, എണ്ണയും വേണം. ഇത് രണ്ടും ഇല്ലാതെ ഒരു പഴംപൊരി ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പഴം ഇല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാവും? ഇല്ല. എണ്ണ ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എൻ്റെ കയ്യിൽ ഒരു വെസലുണ്ട്. അതിൽ ഞാൻ A എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു. Aയും Bയും കൂടെ ചേർന്ന് AB ആവുന്ന റിയാക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം എത്തിയപ്പോൾ A അങ്ങ് തീർന്നു പോയി. പിന്നെ എത്ര B ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, AB ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഞാൻ ഈ തീർന്നു പോയ Aനെ ഞാൻ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വെച്ചാൽ A reactant which stops അല്ലെങ്കിൽ which limits the reaction is called a limiting reagent, or it is the reactant which is consumed first. ആദ്യമായി ഉപയോഗിച്ച് തീരുന്ന റിയാക്ടന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റിംഗ് റിയാക്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ അത് ചോദിക്കുക, അത് മൊത്തത്തിൽ 3 മാർക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനും കാണത്തില്ല. അപ്പോൾ അതിന് നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു നമ്മുടെ ഒരു അനലൈസിസിൽ നമ്മൾ വിചാരിക്കുന്നത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പരീക്ഷയ്ക്ക് ഈ വരുന്ന 2020 മാർച്ചിലെ +1 സ്റ്റേറ്റ് സിലബസിന്റെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലായുടെ സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിലുള്ള ചാൻസ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആകാം. അതുമല്ലെങ്കിൽ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കാകാം. ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് ഈ കൊല്ലത്തെ 2020 നടക്കുന്ന +1 സ്റ്റേറ്റ് സിലബസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കാര്യം. അപ്പോൾ ഇതിന്റെ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായും പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ്
കാണാം. ആ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങളുടെ സംശയം വോയിസ് റെക്കോർഡായിട്ട് അയക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. അത് നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ച് വാട്സപ്പ് ചെയ്ത് തന്നെ മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാം. ഇനി നിങ്ങൾക്ക് ചെയ്ത് കിട്ടാത്ത ഏതെങ്കിലും ഒരു കണക്കാണ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ പ്രോബ്ലം ആണെങ്കിൽ അതും നിങ്ങൾക്ക് അയക്കാം. അതും നമ്മൾ ഇതേപോലെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കമൻ്റ് ആയിട്ടും വരും. വാട്സപ്പ് നമ്പർ 90 74 59 54 56. ഇനി അടുത്തത് നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ആണ് www.shafischemistry.com. ഇനി ഇതൊന്നും നിങ്ങൾ ഓർക്കേണ്ടതൊന്നുമല്ല. നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ അതിലെല്ലാം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ഓൺലൈൻ ക്ലാസ്സസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു മിനിമൈസ്ഡ് ആണ്. അതായത് നമുക്ക് ഇനി ഒരു സമയത്ത് ഇത് മൊത്തം ബേസ് കണക്ക് ഉണ്ടാക്കി പഠിക്കേണ്ടതായിരിക്കും. പരീക്ഷയ്ക്ക് ആവശ്യവും ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുമാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി, കെമിസ്ട്രി ബൈ ഷാഫി. CBS എന്നാണ് എൻ്റെ ഷോർട്ട് ഫോം. നിങ്ങൾ കെമിസ്ട്രി ബൈ ഷാഫി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇനി ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ +1കാർക്ക് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ +1 പരീക്ഷ എഴുതാൻ പോകുന്ന ഈ 2020 മാർച്ച് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ലെവലിലെ വീഡിയോസ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അതിലൊരു ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് മിനിമൈസ് ചെയ്ത് ഒതുക്കി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നിങ്ങളും ഉഷാറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഏകദേശം 6-7 കൊല്ലമായിട്ട് ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബൈജൂസ് അതേപോലെ വേദാന്തുവിനെ കണ്ടന്റ് റൈറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് മാക്സിമം കോൺടാക്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അയക്കുക, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈവിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ കമൻസും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പോർഷൻസ് ഞാൻ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്ത് പറയുകയാണ്. 3 ലോസ് അതെന്തായാലും ഇപ്പോഴേ പഠിച്ച് തീർത്ത് വെച്ചേക്കുക. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, പിന്നെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലം, ലിമിറ്റിംഗ് റിയേജന്റ്, ഡെഫിനിഷൻ ഓഫ് മോൾ, ഡെഫിനിഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല, ഡെഫിനിഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്ന രീതി, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ച് തീർത്തിട്ടേ ഈ ചാപ്റ്ററിൽ വേറെ എന്തും പഠിക്കാവൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് ക്ലാസ്. അടുത്ത ദിവസം നമ്മൾ അടുത്തൊരു ചാപ്റ്ററിന്റെ ലൈവിൽ വന്ന് എത്ര വളരെ നിസ്സാരമായിട്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ മാർക്ക് നേടുന്ന രീതിക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ള ഒരു ഡയറക്ഷനാണ് ഈ ലൈവ് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ ആക്റ്റീവായിട്ട് ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഡൗട്ട്സ് ഞാൻ ലൈവിൽ തരാൻ നോക്കാം. പക്ഷെ അത് ബെറ്റർ നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ ഇടാം. നിങ്ങൾ ആ വീഡിയോസ് കണ്ട് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുകയും ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഉടനെ +1 പരീക്ഷ +1 സയൻസിൽ കെമിസ്ട്രി എഴുതാൻ പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുവെക്കാൻ പറയുക. വളരെ കുറഞ്ഞ സമയത്തിൽ ഈ വീഡിയോസ് കാണുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് വളരെ രസകരമായി കെമിസ്ട്രി പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് കെമിസ്ട്രിയും ആണ് ഇനി നടക്കാനുള്ള പരീക്ഷകളിൽ വരണം. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും A+ തന്നെ മേടിക്കണം. കാര്യം ഇതൊരു ലോക്ക്ഡൗണിന് ശേഷം ഇത്രയും ദിവസത്തെ അവധിക്ക് ശേഷം നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മാർക്ക് കുറയുന്നത് വളരെ നിങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ആ നഷ്ടം ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ ഇത്രയും ദിവസത്തെ ലോക്ക്ഡൗൺ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇനി ഉള്ള ദിവസങ്ങൾ കുറച്ചുകൂടി സമയം പഠിക്കാനായിട്ട് ഉപകരിക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. ബാക്കിയുള്ള സമയം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ദിവസം നമ്മൾ ലൈവായിട്ട് ബാക്കി വരും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ചാനലിലോ വെബ്സൈറ്റിലോ വാട്സപ്പ് നമ്പറിലോ ഒക്കെ പോവാം. ഇനി വാട്സപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പർ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ലൈവിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായം നേരുന്നു. എല്ലാവരും നന്നായിട്ടിരുന്ന് ഇനിയുള്ള സമയങ്ങൾ ഒരു 2 മണിക്കൂർ കൂടെ പഠിച്ചിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക.